ഹായ് ഫ്രണ്ട്സ്, അപ്പം രാവിലത്തെ ഒരു ലൈവ് പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നെവിനും ഷാനവാസും കൂടി ഭയങ്കരം വഴക്കും അടിയും നടക്കുന്ന ഒരു രംഗം. അതായത് കയ്യാങ്കളി വരെ നടന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നെവിൻ്റെ സ്വഭാവം അറിയാമല്ലോ, വെറുതെ ഇരുന്ന് ചൊറിഞ്ഞ് അവരെ എത്ര ഇറിറ്റേറ്റ് ചെയ്യുക അത്രയും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നെവിന് കൂട്ടായിട്ട് അക്ബറും ആര്യനും ഒക്കെ നിൽപ്പുണ്ട്. ഇപ്പം അവരൊരു 3 പേര് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്തോ ഒരു ചെറിയൊരു സംസാര വഴക്കിൻ്റെ പുറത്താണ് നമ്മുടെ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഷാനവാസിനെയും കുലപുരുഷൻ നീ നിൻ്റെ കുറേ കുട്ടികളുമായിട്ട് കുറേ എന്താ ഗെയിം കളിച്ച് നടക്കുകയല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കാൻ വന്നത്, എനിക്കതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ടാസ്കിൻ്റെ ഇടയിലും കുറേ ഡയലോഗൊക്കെ അടിക്കുന്നതൊക്കെ കണ്ടായിരുന്നു നമ്മുടെ നെവിനിൽ. അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിട്ട് നിന്നപ്പോൾ കുറേയെല്ലാം നമ്മുടെ ഷാനവാസ് അങ്ങ് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ എപ്പോൾ വന്നാലും ഷാനവാസിനെയും അനുമോളെയും ഇട്ട് പൊരിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം എന്തെല്ലാം അഹങ്കാരം നെവിനായാലും അക്ബർ ആയാലും ആര്യനായാലും കാണിച്ചാലും ലാലേട്ടൻ പറയില്ല. ലാലേട്ടൻ്റെ കുറ്റമല്ല, ബിഗ് ബോസ് പറയുന്ന അനുസരിച്ചല്ലേ ലാലേട്ടൻ അവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ലാലേട്ടൻ ഇത് ഗെയിമെല്ലാം ഫുള്ളും കണ്ടിട്ടൊന്നും വന്നിരുന്നല്ലല്ലോ ഇവരോട് സംസാരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് അതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഇന്നലെ തന്നെയാണെങ്കിൽ ആര്യം കിടന്നുറങ്ങിയിട്ട് പോലും ബിഗ് ബോസ് അനങ്ങിയിട്ട് കൂടിയില്ല. അതേസമയം അവിടെ പറയുകയും ചെയ്തു, നമ്മളാരെങ്കിലും ആയിരുന്നു കിടന്നുറങ്ങുന്നെങ്കിൽ അപ്പം വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് നമ്മളെ വഴക്ക് പറഞ്ഞേനെ. ഇപ്പം ആര്യന് ഭയങ്കര ഫേവറിസം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്, നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നെവിന് നമ്മുടെ അനുമോളെയും ഷാനവാസിനെയും പുറത്താക്കണമെന്നുള്ള ഒരു ഒറ്റ മൈൻഡേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ എങ്ങനെയെങ്കിലും അവർ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എളുപ്പമായി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് കുറേയൊക്കെ ക്ഷമിച്ചിട്ട് കുലപുരുഷൻ എന്ന് പറയുമ്പോൾ ഷാനവാസ് തന്തയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്, നീ പോയി നിൻ്റെ തന്തയെ വിളിക്കടാ കുലപുരുഷൻ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഷാനവാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ മാക്സിമം ഷാനവാസ് പിടിച്ചു നിന്നിട്ടാണ് ബാക്കി പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും കമൻറ്റ് ചെയ്യുക.